ഗോപുസേ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു വേർഡാ. എന്താ? കറക്റ്റ്, സൈലൻസ്. ഓക്കെ, സൈലൻസ് ശരിക്കും ഇല്ലേ നമ്മുടെ ഈ ഒരു കോയിൻ പോലെയാ. കോയിന് രണ്ട് ഫേസസ് ഉള്ളതുപോലെ തന്നെ സൈലൻസ് ചില സന്ദർഭങ്ങളിൽ അത് നമ്മുടെ സ്ട്രെങ്ത് ആയിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷെ അതേപോലെ തന്നെ വേറെ ചില സന്ദർഭങ്ങളിൽ അത് നമ്മുടെ വീക്ക്നെസ് ആയിട്ടും. അല്ലേ? ശ്രദ്ധിച്ചിട്ടില്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ നമ്മുടെ ഈ പോഡ്കാസ്റ്റിൽ നമുക്ക് രണ്ട് സിറ്റുവേഷൻസ് വേർ സൈലൻസ് ബിക്കം അവർ വീക്ക്നെസ് ആസ് വെൽ എസ് ആൻഡ് അനദർ സിറ്റുവേഷൻ വേർ സൈലൻസ് ബിക്കംസ് അവർ സ്ട്രെങ്ത്. സിറ്റുവേഷൻ വൺ. സിറ്റുവേഷൻ വൺ. ഓക്കെ, ഒരു ഗ്യാതറിംഗ് ആണെന്ന് വിചാരിച്ചോ. കുറെ ആൾക്കാരുണ്ട്, മേ ബി നമ്മുടെ റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവുമായിരിക്കും. പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ്ലി ഒരാള് നമ്മളുടെ അടുത്ത് കുറച്ച് റൂഡായിട്ട് അല്ലെങ്കിൽ കുറച്ച് നെഗറ്റീവായിട്ട് ഒരു കമന്റ് പാസ് ചെയ്തു. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ആക്ച്വലി നമ്മളതിൽ അപ്പൊ രണ്ട് ചോയ്സ് ഉണ്ട്. ഒന്ന് രഞ്ജു പറഞ്ഞ പോലെ മിണ്ടാണ്ടിരിക്കുക, അല്ലെങ്കിൽ സ്നാപ്പ് ചെയ്ത് എന്തെങ്കിലും തർക്കുത്തരം പറഞ്ഞ് അതെ ചെയ്യാം. അതെ, ടിറ്റ് ഫോർ ടാറ്റ് പോലെ വേണമെങ്കിൽ എന്തെങ്കിലും പറയാം. പക്ഷെ ഇങ്ങനത്തെ ഒരു ഗ്യാതറിംഗില് ഈ ഒരു ക്യാരക്ടർ അവിടെ മിണ്ടാതിരുന്നു, ജസ്റ്റ് ബീങ് സൈലന്റ്. അപ്പൊ അവിടെ ഇരുന്നവര് എക്സ്പെക്ട് ചെയ്യുന്ന എന്താണെന്നറിയോ? ഓ, ഇപ്പൊ അങ്ങോട്ട് പൊട്ടിത്തെറിച്ച് എന്തെങ്കിലുമൊക്കെ തിരിച്ചു പറയുമായിരിക്കും എന്ന്. പക്ഷെ ആൾക്കാരൊക്കെ ഭയങ്കര സർപ്രൈസ്ഡ് ആയി, ബിക്കോസ് ഷീ സ്റ്റുഡ് സൈലന്റ്. അവിടെ ശരിക്കും ആ ഒരാളുടെ വീക്ക്നെസ് ആണോ സ്ട്രെങ്ത് ആണോ? അത് സ്ട്രെങ്ത്തും അവരുടെ മെച്യൂരിറ്റി. എക്സാക്ട്ലി. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു ഗ്യാതറിംഗിൽ ആരോ ആയിക്കോട്ടെ, ഓക്കെ, എന്തോ വന്ന് പറയുമ്പം നമ്മൾ അവിടെ തിരിച്ച് റിയാക്ട് ചെയ്താൽ നമ്മൾ അവിടെ ഇമ്മെച്യൂരിറ്റി ആണ് കാണിക്കുന്നത്. സോ ഇറ്റ്സ് എ വെരി നൈസ് സിറ്റുവേഷൻ അല്ലേ? നമ്മൾക്ക് സൈലൻസ് എങ്ങനെ നമ്മളുടെ സ്ട്രെങ്ത് ആവും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതേപോലത്തെയാണ് രഞ്ജു പറഞ്ഞ സെക്കൻഡ് സിറ്റുവേഷൻ. ഇപ്പൊ ഇമാജിൻ ചെയ്യൂ, ഒരു റിലേഷൻഷിപ്പിൽ, അത് ഫ്രണ്ട്ഷിപ്പ് ആവട്ടെ, ഒഫീഷ്യൽ റിലേഷൻഷിപ്പ് ആവട്ടെ, ഫാമിലിയിലാവട്ടെ, നമ്മളെ ഒരു കാര്യം കോൺസ്റ്റന്റ്ലി ബോദർ ചെയ്യുന്നുണ്ട് വെച്ചോളൂ. ആ സമയത്ത് നമ്മൾ സൈലന്റ് ആയിരിക്കണോ അതോ നമ്മൾ സംസാരിക്കണം? അവിടെ സൈലന്റ് ആയിട്ട് ഇരിക്കാൻ പാടില്ല. ബിക്കോസ് ആ സൈലൻസ് അവിടെ കുറേ എന്താ പറയാ അഡ്വാൻറ്റേജ് എടുക്കാൻ വേണ്ടി ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ എനിക്ക് തോന്നുന്നു വി ഷുഡ് നോട്ട് സ്റ്റേ സൈലന്റ്. അവിടെ എനിക്ക് തോന്നുന്നു സൈലൻസ് നമ്മൾ ചൂസ് ചെയ്യാം. അങ്ങനെ ചൂസ് ചെയ്യുന്നവർക്ക് രണ്ട് കാരണം ഉണ്ടാവും. എന്തൊക്കെയായിരിക്കും ഇടാ? ഒന്ന് അവരുടെ പേടി, ഓക്കെ, ഒന്ന് ഫിയർ. രണ്ടാമത്തത് പീസ്ഫുൾ ആയി എങ്ങനെയെങ്കിലും പോട്ടെ എന്ന്. പക്ഷെ പീസിന് വേണ്ടി സൈലൻസ് ചൂസ് ചെയ്യേണ്ടത് ഫസ്റ്റ് സിറ്റുവേഷൻ. അതെ, വലിയ ഗ്യാതറിങ്, നമ്മളായിട്ട് പ്രശ്നം ഉണ്ടാക്കേണ്ട, പീസ്. സെക്കൻഡ് വൺ, പേടി ഓർ ഫിയർ കാരണമാണ് നമ്മൾ സൈലന്റ് ആയിരിക്കുന്നത്. ദാറ്റ് ഇസ് നോട്ട്. അതെ. അങ്ങനെ വരുമ്പോഴാണ് ഈ ടോക്സിക് റിലേഷൻഷിപ്പ്, പിന്നെ അതുപോലെ ഫ്രണ്ട്സും ആയിക്കോട്ടെ, അഡ്വാൻറ്റേജ് എടുക്കുന്ന ഫ്രണ്ട്സ്, ഈവൻ കൊളീഗ്സ്, അല്ലെങ്കിൽ ഈവൻ സുപ്പീരിയേഴ്സ്. അപ്പം നമ്മൾ അവിടെ സൈലന്റ് ആയിട്ട് ഇരിക്കുമ്പം നമ്മൾ ഈ ചൂഷണം ചെയ്യാന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു സന്ദർഭത്തിലോട്ട് നമ്മൾ പോകും അല്ലേ? അതായത് നമ്മുടെ സൈലൻസ് ആക്ച്വലി നമ്മുടെ കയ്യിലൊരു പവർഫുൾ വെപ്പൺ ആണ് നോക്കുമ്പം. അതിന് കറക്റ്റായി യൂസ് ചെയ്യാൻ അറിഞ്ഞാൽ നമ്മൾ ജയിച്ചു. കറക്റ്റായി യൂസ് ചെയ്തില്ലെങ്കിൽ അതിന് മിസ്യൂസ് ചെയ്യും. അതെ, അത് ശരിയാ. നമുക്കിപ്പോ ആദ്യത്തെ ഒരു സന്ദർഭത്തിൽ ഇപ്പം ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് നോക്കുക. ഒന്ന് അറഗന്റ് ആയിട്ട് എന്തെങ്കിലും തിരിച്ചു പറഞ്ഞു എന്ന് വെക്കുക, മറ്റേ ആളും അവിടെ പിന്നെയും കണ്ടിന്യൂ ചെയ്യില്ലേ? അത് അവിടെ ഒരു ഷോ ആവില്ലേ? ആ സീൻ അവിടെ എന്തോരം ബാഡ് ആയിട്ട് മാറും അല്ലെ? നീ സെക്കൻഡ് സിറ്റുവേഷൻ പറഞ്ഞതുപോലെ അവിടെ നമ്മൾ സൈലന്റ് ആയിട്ട് ഇരുന്നാ പിന്നെയും പിന്നെയും പിന്നെ അഡ്വാൻറ്റേജ് എടുക്കാനല്ലേ ആൾക്കാരുണ്ടാവുക. അതായത് നമ്മളെ ട്രൂത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ സംസാരിക്കേണ്ട അവസരങ്ങളിൽ നമ്മൾ സംസാരിച്ചേ പറ്റൂ. അവിടെ മിണ്ടാണ്ടിരിക്കരുത്. അങ്ങനെയല്ലേ? അതെ, വേറെ ഹോൾ സിറ്റുവേഷനിൽ നമുക്ക് അധികം ബോദർ ചെയ്യാത്ത കാര്യങ്ങളാണെങ്കിൽ അവിടെ ഇറ്റ് ഇസ് ബെറ്റർ ടു ചൂസ് ടു ബി സൈലന്റ്. കറക്റ്റ്. അപ്പം അത് ഒരാളുടെ മെച്യൂരിറ്റി ആണ് കാണിക്കുന്നത്. വെൻ ടു കീപ് സൈലന്റ് ആൻഡ് വെൻ ടു ടോക്ക് ഫോർ യുവർ സെൽഫ് എന്നുള്ളത് വരുന്നത്. ബേസിക്കലി വി ഹാവ് ടു ബി ഓണസ്റ്റ് ടു അവർ സെൽഫ്. നമ്മുടെ പീസിനെ ബോദർ ചെയ്യാതെ പുറത്തുനിന്ന് എന്ത് പ്രൊവക്കേഷൻ വന്നാലും വി ഡോണ്ട് ഹാവ് ടു ഓപ്പൺ ആ മൗത്ത്. കറക്റ്റ്. നമ്മളെ പീസിനെ ബോദർ ചെയ്യുന്ന എന്തുണ്ടെങ്കിലും, ചെറുതാവട്ടെ വലുതാവട്ടെ, വി ഹാവ് ടു ഓപ്പൺ എ മൗത്ത്. പക്ഷെ ലൗഡ് ആവേണ്ട ആവശ്യം. സ്ക്രീം ചെയ്യേണ്ട ഒന്നും പിന്നെ പറഞ്ഞു കഴിഞ്ഞ് നമുക്ക് റിഗ്രറ്റ് തോന്നുന്ന പോലത്തെ കാര്യങ്ങൾ പറയണ്ട. ആലോചിച്ച് സംസാരിക്കേണ്ട പോലെ സംസാരിക്കേണ്ടടുത്തേക്ക് സംസാരിക്കുക. അപ്പം നമ്മളുടെ എല്ലാവരുടെ കയ്യിലും ഉള്ള ഒരു സീക്രട്ട് വെപ്പനാണ് നമ്മുടെ സൈലൻസ്. അപ്പം അതിനെ കറക്റ്റായിട്ട് യൂസ് ചെയ്യുക. ദാറ്റ് ഈസ് ഓൾസോ വൺ ഓഫ് ആർ ബ്ലെസ്സിങ്സ്. ഓക്കെ, എല്ലാവർക്കും എല്ലാ സമയത്തും മിണ്ടാണ്ടിരിക്കാൻ പറ്റില്ല, പക്ഷെ നമുക്കത് പറ്റുമെങ്കിൽ വി ഹാവ് ടു യൂസ് ഇറ്റ് വെൽ. അതെ. താങ്ക്സ് ഫോർ വാച്ചിങ് എക്കോസ് ഓഫ് ഇറ്റ്. Then and go.